സഹോദര സമുദായത്തിന് നമസ്കാരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖൈറിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ അധ്യക്ഷരകളെ, സ്റ്റേജിലുള്ള ഉലമാക്കളെ, നേതാക്കളെ, ഈ സമ്മേളനത്തെ സംബന്ധിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അഭിനന്ദനം ആദ്യമായി പറഞ്ഞോളൂ. എന്നാൽ ഇവിടെ നമുക്ക് പ്രശ്നമായിട്ടുള്ളത് എല്ലാവരും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ദീനിയായ വിഷയത്തിൽ, മതപരമായ വിഷയത്തിൽ ഇവിടെ വഖഫ് മണ്ഡലി എന്ന് പറയപ്പെടുന്ന സംസ്ഥ കൈ ഇട്ട് ഇവിടെ ആയിരക്കണക്കായ ജനങ്ങൾ പ്രാർത്ഥിച്ചു നിസ്കരിച്ചു വരുന്ന നമസ്കാരങ്ങൾ ഹറാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിന് വലിയ പ്രതിഷേധത്തിനിടയായിട്ടുണ്ട്. ഇവിടെ 2 പള്ളികളുള്ള നിരവധി സ്ഥലങ്ങൾ, എത്ര സ്ഥലങ്ങളുണ്ട്. ആത്തൂർ, പാത്തൂർ, ഫോണ്ടൂർ, ഇങ്ങനെ എത്ര സ്ഥലങ്ങളിൽ 2 പള്ളികൾ നിസ്കരിച്ചുകൊണ്ട് ഇതെല്ലാം ഹറാമാണെന്ന് ഒരു വാക്കിൽ അവിടെ പ്രഖ്യാപിച്ചപ്പോൾ നമുക്കുള്ള വളരെ സങ്കടം തോന്നി. വഖഫ് മണ്ഡലിക്ക് പകരം അത് വഖഫ് മണ്ഡലിയായിരുന്നെങ്കിലുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു പോയി. ദീനീയ ആവശ്യങ്ങൾ കുറെ കാലമായി ഇങ്ങനെ അവർ ചില ഈ ധർമ്മത്തിന്റെ വിഷയത്തിൽ ഇട്ടുകൊണ്ട് ചില അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ ഖുർആൻ അല്ലാഹു പറയുന്നത് സൂറ 2:114 പറയുന്നു, പള്ളിയിൽ പ്രാർത്ഥനയെ തടയുന്നതിനേക്കാൾ ഏറ്റവും വലിയ അക്രമി ലാലിമില്ല എന്നാണ്. പള്ളിന്റെ പ്രാർത്ഥന തടഞ്ഞവരാണ് ഏറ്റവും വലിയ ലാലിം എന്നല്ലാണ്ട് പള്ളിയിൽ പോകുന്നവരല്ല ലാല് ഹറാം ചെയ്തത്. ഇത് മനസ്സിലാക്കണം. ശാഫി മദ്ഹബിന്റെ ഏത് ഗ്രന്ഥത്തിലാണുള്ളതെന്ന് അവർ പറഞ്ഞില്ല. ചില മുസ്ലിയാക്കന്മാരോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, മതപണ്ഡിതന്മാരോട്, ഖാദിമാരോട് ഞങ്ങൾ ചോദിച്ചു, ഖാദിന്റെ പേരെന്താണ് പറയാത്തത്? ആ മുസ്ലിങ്ങളുടെ പേരെല്ലാം മറച്ചു വെച്ച്, ഒളിപ്പിച്ചു വെച്ച് സ്വന്തമായിട്ട് ഇവര് തന്നെയാണ് തീരുമാനം കൊടുത്തത്. അതിന്റെ പേരിൽ നമുക്ക് ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടി വന്നതിന്റെ പേരിലാണ് ഇങ്ങനത്തതായ ഒരു സമ്മേളനം ഒരുമിച്ച് കൂട്ടേണ്ടി വന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതിനിടയിൽ ഇവിടെ ചീഫ് മിനിസ്റ്റർക്ക് ഞങ്ങൾ സന്ദേശം ഫാക്സ് കൊടുത്തിട്ടുണ്ട്. മതപരമായ വിഷയത്തിൽ കൈയെടുക്കുന്നതിനെ തടയണമെന്ന് മറുപടി പറഞ്ഞ് ഞങ്ങളെ പറ്റി അന്വേഷിക്കാമെന്ന് അതിന് മറുപടി ഞങ്ങളുടെ കയ്യിൽ. അതിന്റെ ഇടയിലാണ് ഇത്തരം ശക്തമായ നിലയിൽ ഇല്ലാത്തത്, ധർമ്മത്തിൽ ഇല്ലാത്തത് പ്രഖ്യാപിച്ചുകൊണ്ട് ജനസമുദായത്തിന്റെ ഇടയിൽ വളരെ വിപരീതമായ നിലയിൽ പ്രശ്നങ്ങളുണ്ടായി. പൊതുവായി ഈ പരിപാടിക്ക് എല്ലാ നിലയിലും നമുക്ക് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള വാക്കുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ 2 വാക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.